ഇംഗ്ലണ്ടിലെ പര്യടനം നടത്തുന്ന ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ആദ്യ ദിവസത്തെ കളി കഴിഞ്ഞ സമയത്ത് 14 വിക്കറ്റുകളാണ് ആദ്യ ദിവസത്തിൽ ദക്ഷിണാഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും കൂടി വീണത്. പേസ് ബോളർമാരൊക്കെ മികച്ച രീതിയിലാണ് പന്തറിഞ്ഞത്. റബാഡ 5 വിക്കറ്റുകൾ വീഴ്ത്തി. അത് മത്സരത്തിൽ ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് ബോളർമാർ മികച്ച തുടക്കം തന്നെയാണ് നൽകിയത്. ഓപ്പണർമാരുടെ ഓപ്പണിങ്ങിൽ കവാജയുടെ വിക്കറ്റ് ആദ്യം തന്നെ നഷ്ടപ്പെട്ട്, പിന്നെ ഗ്രീൻ 1 ഡൗൺ ആയിട്ട് ഇറങ്ങി ഗ്രീനിൻ്റെ വിക്കറ്റും ഒരു ഓവറിൽ തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. 16-2 എന്ന നിലയിൽ. പിന്നെ ഒരു പതുക്കെ ഓസ്ട്രേലിയ ഒന്ന് കരകയറിയെങ്കിൽ പോലും അവസാനം ഒരു കൊളാപ്സ് സംഭവിക്കുകയും 212 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയുടെ 30 റൺസ് എടുക്കുന്നതിനിടെ തന്നെ 4 വിക്കറ്റുകൾ നഷ്ടമായി. ആദ്യ ദിവസം കളി അവസാനിക്കുന്ന സമയത്ത് അവർ 43 ആ ഒരു രീതിയിലാണ് അവസാനിപ്പിച്ചത്. ഇപ്പോൾ രണ്ടാം ദിനം കളി പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഈ ഒരു ഇതിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ളത്? ഇപ്പം തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു ബോളിംഗ് പിച്ചാണ് ലോർഡ് സ്ലിപ്പ് ഉള്ളതെന്ന് വ്യക്തമാണ്. അപ്പം നമുക്ക് ബൂംറ ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമാണ്. ബൂംറയെ പോലെ താരം പിന്നെ ലോർഡ്സ് കളിക്കാൻ ഇറങ്ങുന്നത്. ബൂംറ 3 കളിയെ കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്നുള്ള ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ലോർഡ്സിൻ്റെ കളിയിൽ ബൂംറ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പകുതി ജീവൻ കിട്ടിയെന്ന് പറയാം. നേരെ മറിച്ച് ഇന്ത്യക്ക് വെല്ലുവിളിയാകാൻ പോകുന്നത് ഇംഗ്ലീഷ് ബോളർമാരെ എങ്ങനെ ഇവിടെ നേരിടുന്നില്ലാണ്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ KL രാഹുലും ജയ്സോളും ആയിരിക്കും ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഈ 2 താരങ്ങൾ എങ്ങനെയായിരിക്കും പിന്നെ അതിജീവിക്കുക, അതിനനുസരിച്ചാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കിയാൽ വലിയ പ്രശ്നമില്ലാത്ത താരങ്ങളാണ് വരുന്നത്. ഗില്ലായാലും കരുൺ നായരുടെ കളിക്കുന്ന കരുൺ നായർ, സായ് സുദർശൻ ആണെങ്കിൽ സായ് സുദർശൻ, അങ്ങനെ പോകുന്ന താരങ്ങളെല്ലാം ഫോമിലുള്ള താരങ്ങളാണ്. ഇപ്പം പിന്നെ ഇംഗ്ലണ്ട് A ടീമിനോട് നല്ല രീതിയിൽ അവർ ഫോം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം കരുൺ നായരൊക്കെ സെഞ്ചുറി അടിച്ച് വന്ന് നമുക്ക് കണ്ടാണ്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പിച്ചിൽ ഇംഗ്ലണ്ടിൻ്റെ ബോളർമാരോട് ഒരു മുൻനിര താരങ്ങളോട് തന്നെ പറയാം, അവിടെയും പ്രശ്നങ്ങളുണ്ട്. ബോളർമാരിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആ ഇംഗ്ലീഷിൻ്റെ അവർക്ക് എന്തായാലും ഒരു വീര്യം കൂടുതലായിരിക്കുമല്ലോ സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ. ഇപ്പം ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും കളിക്കുമ്പോൾ ആ പിച്ചിൽ ബോളർമാർക്ക് ആ പിച്ചിനെ അത്രത്തോളം വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് താരങ്ങൾക്ക് എത്രത്തോളം ആധിപത്യം ലഭിക്കുന്നു നമുക്കറിയാം. അപ്പോൾ അതിനെ മറികടക്കാൻ ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലിൻ്റെ യുവനിരക്കെ കഴിയുമെന്നാണ് കണ്ടറിയേണ്ടത്. യുവനിരാന്ന് തന്നെ പറയാം. KL രാഹുൽ ഓപ്പണിംഗിലുണ്ടെങ്കിലും ജയ്സോളാണ് മറുവശത്ത് ഇറങ്ങുന്നത്. ഒരു യുവനിരയായിട്ട് നമുക്ക് ഇവരെ കാണാവുന്നതാണ്. രാഹുലിൻ്റെയും കരുൺ നായരെ പോലെ ഗില്ലിൻ്റെ ഉൾപ്പെടെയുള്ള താരങ്ങളെ മാറ്റി നിർത്തിയാൽ ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഒരു വട്ടം പുതുമുഖങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സിറാജ് ഉണ്ടെങ്കിൽ മറ്റു താരങ്ങളുണ്ട് പറഞ്ഞാൽ പ്രസിദ്ധ കൃഷ്ണയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവരൊക്കെ ഒരു പുതുമുഖങ്ങളായിട്ട് ഇപ്പോഴും പറയാൻ പറ്റുന്ന താരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മണ്ണിൽ ഇവർക്കെല്ലാം ഒരു വലിയ പരീക്ഷണമായിരിക്കും. ഇന്ത്യയുടെ ബോളർമാർ എങ്ങനെ പന്തെറിയുന്നു, അവരെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്മാൻമാർ എങ്ങനെ കുഴക്കുന്നു, അതിനേക്കാളായിട്ട് എങ്ങനെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഈ ഒരു ഇംഗ്ലീഷ് കൊടുങ്കാറ്റിനെ എങ്ങനെ നേരിടും എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അപ്പം പിച്ചിന് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ മത്സരം നന്നായിട്ട് ഹോംവർക്ക് പിന്നെ നമുക്ക് ഇരുന്ന് കണ്ടുപഠിക്കേണ്ടതായിട്ട് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചർച്ച പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോർഡ്സിലെ കാര്യം മാത്രമല്ല, ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ 5 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് വിവിധ വേദികളിലാണെങ്കിൽ പോലും ഓരോ സാഹചര്യങ്ങളും ഓരോതാണ്. പക്ഷേ ഇംഗ്ലണ്ടിലൊരു പൊതുവായ സാഹചര്യം കൃത്യമായിട്ട് ഇപ്പോൾ അതിനുള്ള ഒരു ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. ഇപ്പോൾ ഇന്ത്യ ആദ്യം പരിശീലനം നടത്താനെത്തിയത് ലോർഡ്സിലാണ് ഇന്ത്യ പരിശീലനം നടത്താനെത്തിയത്. അത് കാരണം ലോർഡ്സിലെ ഒരു മത്സരം എന്ന് പറയുന്നത് അതിന് വേറൊരു ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഇതുണ്ട്, ഒരുപാട് പ്രത്യേകതകൾ ആ ഒരു മൈതാനത്തിനുണ്ട്. തീർച്ചയായും. ഇപ്പോൾ ഓസ്ട്രേലിയനെ സംബന്ധിച്ച് കൃത്യമായി അവരുടെ ഒരു ടോപ്പ് ഓർഡർ പെട്ടെന്ന് ഒരു കൊളാപ്സ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഒരു പിന്നീട് 192-5 എന്ന നിലയിലൊക്കെ ഒരു നല്ല രീതിയിലേക്ക് എത്തി. ഇപ്പോൾ സ്മിത്തിന്റെയും അതുപോലെ തന്നെ വെബ്സ്റ്ററുടെയൊക്കെ ഇന്നിങ്സ് അലക്സ് കാരിയും ഒരു വലിയ 23 റൺസ് എടുത്തെങ്കിൽ പോലും അവർ ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യൻ ബോളർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ എടുത്ത ഒരു സ്ട്രാറ്റജി ഉണ്ട്. പ്രഭാത ആണെങ്കിലും യാൻസൺ ആണെങ്കിലും അവരെടുത്തൊരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ഒരുപാട് വേരിയേഷനുകൾക്കൊന്നും ശ്രമിക്കാതെ ഒരേ ലൈനിൽ കൃത്യമായിട്ട് ആ ലൈനും ലെങ്ത്തും പാലിച്ചുകൊണ്ട് കൃത്യമായി പന്തെറിയുക എന്നൊരു തന്ത്രമാണ് ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിലും ബാറ്റർമാരെ തുടക്കം മുതൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം, ഒരു സമ്മർദ്ദം കൊടുത്ത് പ്രതിരോധത്തിലാക്കുന്ന കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കവാജയുടെ വിക്കറ്റൊക്കെ നമുക്കറിയാം 19 ബോളുകളിൽ ഒരു റൺ എടുക്കുന്നില്ല. 20ാമത്തെ ബോളിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റാണ് നഷ്ടപ്പെടുന്നത്. മറുവശത്ത് ഫീൽഡിംഗ് ആണെങ്കിലും ഒരു സമയത്ത് എടുത്ത ക്യാച്ചുകളൊക്കെ അടിപൊളി ക്യാച്ചുകളാണ് സ്ലിപ്പിൽ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു വിക്കറ്റ് കീപ്പർ എടുത്ത ക്യാച്ച് എടുത്ത് പറയേണ്ടതാണ് ഹെഡിന്റെ ഒരു ക്യാച്ച് അദ്ദേഹം എടുത്തത്. ഹെഡിന് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാച്ചാണ് അദ്ദേഹം എടുത്തത്. അത് കൃത്യമായി
കൃത്യമായിട്ട് അവിടുത്തെ ഒരു സാഹചര്യങ്ങളെ വിനിയോഗിച്ച് അതിനനുസരിച്ച് ലൈനിൽ കൃത്യമായ ലെങ്ത്തിൽ പന്തെറിഞ്ഞ് അങ്ങനെ ഇന്ത്യൻ ടീമിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ബുംറയുടെ ഒരു ഫിറ്റ്നസ് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോർണിംഗ് ബുംറയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഓക്കെയാണ്. പക്ഷെ അപ്പോഴും 3 മത്സരങ്ങളെ അദ്ദേഹം കളിക്കുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ള കൂടുതൽ ബൗളർമാരെ ഇന്ത്യ ചിലപ്പോൾ ഒരു പക്ഷേ പരീക്ഷിച്ചേക്കാം. നിതീഷ് കുമാർ റെഡ്ഡിക്കൊക്കെ ഒരുപാട് ഓവറുകൾ കൂടുതൽ എറിയാനുള്ളൊരു സാധ്യത ആണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ഇംഗ്ലീഷ് ബാറ്റർമാരെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വലിയൊരു നാശം വിതക്കാൻ ഇന്ത്യൻ ബൗളർമാർ ഇപ്പോൾ സജ്ജമാണോ? അത് ഇന്ത്യൻ ബൗളർമാർ സജ്ജമാകേണ്ടതുണ്ട് എന്നാണ് പറയേണ്ടത്. നമുക്കിപ്പം ഇന്നലത്തെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ മത്സരം നോക്കിയാൽ നമുക്കറിയാം ബൗളർമാരുടെ കളിയായിരുന്നു. 14 വിക്കറ്റ് വീണു. പിന്നെ 260 റൺസിനടുത്താണ് ആകെ പിറന്നത് ആദ്യത്തെ ദിവസം. അതിൽ 14 വിക്കറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ 14 വിക്കറ്റ് വീഴ്ത്തിയത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് റബാഡയും പേര് കേട്ട ബോളർമാരെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. റബാഡയും ജാൻസൺ ഉൾപ്പെടെ. അപ്പോൾ നേരെ വെച്ച് ബൂംറ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ബൂംറ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പകുതി ആശ്വാസം ലഭിക്കുന്നു. പക്ഷേ ബൂംറയെ മാത്രം ആശ്വസിച്ച് നമ്മുടെ ബോളിംഗ് നിരക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊക്കെ നമ്മൾ കണ്ടാണ് ഒരാൾ മാത്രം നിന്നിട്ട് പൊരുത്തുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുതിയൊരു താരം ഉയർന്നു വരേണ്ടത് അല്ല, അത് എടുത്തു പറയണം കേട്ടോ. ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യ തകർന്നടിഞ്ഞിട്ടും അവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ബുംറയാണ്. 32 വിക്കറ്റ്. അതും അവസാന ടെസ്റ്റിൽ അവസാന ദിവസം അദ്ദേഹം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ് മടങ്ങി. ആ പരിക്കുന്നത് അദ്ദേഹം മുക്തനായിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ഈ നമ്മൾ പറഞ്ഞതിന് ബൂംറ എന്നത് ഒരു ഇതിഹാസമായിട്ട് നമുക്കിപ്പം വിലയിരുത്താൻ പറ്റുന്നതാണ്. ഇന്ത്യയുടെ ബോളിംഗ് ഇപ്പം ബൂംറ എന്നൊരു പേരിലേക്ക് ചുരുങ്ങിപ്പോവാണ്. അതിന് പകരം നമുക്ക് ഈ പറഞ്ഞ നിതീഷ് കുമാർ റെഡ്ഡിയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രസിദ്ധ് കൃഷ്ണൻ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം അർഷ്ദീപ് സിംഗ് കളിക്കുന്നുണ്ട്, അദ്ദേഹം വേണം. സിറാജ് വേണം. സിറാജൊക്കെ നമുക്കറിയാം. പിന്നെ ബൗളിങ്ങിലെ ആദ്യത്തെ പോലത്തെ സിറാജ് പണ്ട് ഇറങ്ങിയ സിറാജ് അല്ല ഇന്നിപ്പോൾ കളിക്കുന്നത്. ഇംഗ്ലണ്ടിലായാലും ഓസ്ട്രേലിയയിലും എവിടെയായാലും സിറാജിൻ്റെ സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞൊരു തരാണ്. അപ്പം ഈ താരങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ ഇന്നലെ കണ്ട പോലെ ഇതൊരു ബോളിംഗ് പിച്ചാണ്. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമാണ് ഇന്നലെ കളിച്ചെങ്കിൽ കൂടി ഇപ്പോൾ കളിക്കുന്നതെങ്കിൽ കൂടി ഇന്ത്യക്ക് വരുമ്പം ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ അവരുടെ പിച്ചാണ്. പക്ഷെ അവരുടെ പിച്ചാണെങ്കിലും ബൗളർമാർക്ക് ആധിപത്യം ലോഡ്സിൽ ലഭിക്കുന്നുണ്ട്. ബൗളർമാരാണ് കളി നിയന്ത്രിക്കുന്നത്. അപ്പം ആ ഒരു ആധിപത്യം മുതലാക്കാൻ വേണ്ടിയിട്ട് സിറാജിനും അർഷ്ദീപിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും ഈ പറഞ്ഞ പോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണനും സാധിക്കേണ്ടതുണ്ട്. ആകാശ് ദീപ് ഉൾപ്പെടെ ഇന്ത്യക്ക് ബൗളർമാർ ഒരുപാടുണ്ട്. അതിൽ ആരാണ് ബൂംറ ഉണ്ടെങ്കിൽ ബൂംറക്ക് അസിസ്റ്റ് മാത്രമല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബുംറ മത്സരത്തിൽ കളിക്കാനുണ്ടെങ്കിൽ പോലും ബുംറക്ക് അധിക ഓവറുകൾ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ബുംറ ഇപ്പൊ നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ പരിക്കേറ്റ് കളിച്ചിട്ടില്ല. പിന്നീട് IPL തിരിച്ചു വന്നു. IPL എന്ന് പറയുമ്പോൾ നമുക്കറിയാം T20 ക്രിക്കറ്റ് ആണ്. ആകെ 4 ഓവറുകളാണ് എറിയേണ്ടത്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ പ്രത്യേകിച്ച് ബുംറയെ പോലുള്ള ഒരു താരത്തിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ബോൾ ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. 4 ഓവറുകൾ എറിഞ്ഞാൽ മതി. പക്ഷേ ഇത് ഓസ്ട്രേലിയയിൽ 5 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായിട്ട് ബുംറ പന്തെറിഞ്ഞിട്ടുള്ളത് 151 ഓവറുകളാണ്. സിറാജ് പന്തെറിഞ്ഞിട്ടുള്ളത് 157 ഓവറുകളാണ്. ഇത്രയും ഓവറുകൾ കണ്ടിന്യൂസ് ആയിട്ട് എറിയുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം എല്ലാ മത്സരങ്ങളും ബുംറ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഗൗതം ഗംഭീർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 3 മത്സരങ്ങൾ കളിക്കുമെന്ന്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബുംറക്ക് പകരം ബുംറ ഉള്ള സമയത്ത് ബുംറയെ കുറച്ച് ഓവറുകൾ എറിയുള്ളൂ എന്നും പറയുന്നു. ബുംറ ഉള്ള മത്സരങ്ങളിൽ പോലും ബുംറ ഒരു 100% ബുംറയെ യൂട്ടിലൈസ് ചെയ്യില്ല. വളരെ ശ്രദ്ധയോടെ യൂട്ടിലൈസ് ചെയ്യുന്ന. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിതീഷ് കുമാർ റെഡ്ഡിക്കൊക്കെ കൂടുതൽ ഓവറുകൾ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം ബാറ്റിങ്ങിലൊക്കെ തിളങ്ങിയെങ്കിൽ പോലും ബോളിങ്ങിൽ ആകെ 44 ഓവറുകളാണ് നിതീഷ് കുമാർ റെഡ്ഡി എറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും ഒരു നമ്മൾ അറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബോളർമാരുടെ കാര്യം ഇതാണ്, ഈ ഒരു അവസ്ഥയാണ്. സിറാജാണ് നയിക്കേണ്ടത് ബോളർ. ബൂംറയുടെ പരിക്കും ബൂംറ ഇല്ലാത്ത 2 മത്സരങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ബൂംറയ്ക്ക് പിന്നെ പൂർണ്ണമായും എല്ലാം പഴയ പോലെ തന്നെ എറിയാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ സിറാജ് അത് ആങ്കർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ സിറാജിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, നിതീഷ് കുമാർ ഉണ്ട്, ഈ പറഞ്ഞ പിന്നെ ഉള്ളത് ഷർദുൽ താക്കൂറാണ്. താക്കൂർ ഈ പറഞ്ഞ പോലെ ബോളിങ്ങിൽ നമുക്ക് എത്രത്തോളം എങ്ങനെയാണ് ഒരു ഇമ്പാക്ട് എന്നറിയില്ല. പക്ഷേ ബാറ്റിങ്ങിൽ അദ്ദേഹം കുറെ മെച്ചപ്പെട്ട് നല്ല രീതിയിൽ നല്ല സംഭാവനകൾ അദ്ദേഹം നൽകി. തീർച്ചയായും അത് പറഞ്ഞ് നിതീഷ് കുമാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിതീഷ് കുമാറിന്റെ ആ റോളിലേക്കൊക്കെ ഷർദുലിനോട് സഹായിക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായും. അപ്പം ഈ ഓൾറൗണ്ടർമാർ ഇതിലുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത് നമുക്കൊരു പിന്നെ ബൗളിംഗ് ഓൾറൗണ്ടർ തന്നെയാണ് വേണ്ടത്. പിന്നെ ബൗളിംഗ് കൂടുതൽ സംഭാവനയാണ് വേണ്ടത് ഈ ഒരു പിച്ചിൽ. ബാറ്റിങ്ങിൽ വേണ്ടെന്നല്ല. ഇപ്പം കരുൺ നായരും പിന്നെ ഗില്ലും എത്രത്തോളം പ്രതിരോധിച്ച് നിൽക്കും എന്ന് ബൗളർമാർ മാത്രം കളിച്ചിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. ഇംഗ്ലീഷ് ബൗളർമാർക്ക് മുന്നിൽ നമ്മുടെ ബാറ്റ്സ്മാർക്ക് എത്രത്തോളം പിടിച്ചേക്കാൻ വരുന്നു
കണ്ടറിയേണ്ടതുണ്ട്. അതെ, അതിൽ എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയയുടെ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് വിലയിരുത്തുകയാണെങ്കിൽ അതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ എത്രത്തോളം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും ഇതിന്റെ അടിസ്ഥാനമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കാണെങ്കിലും ദക്ഷിണാഫ്രിക്കക്കാണെങ്കിലും സംഭവിച്ചതാണ്. ദക്ഷിണാഫ്രിക്കക്ക് റൺസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇടം മറക്കണം പുറത്താകുന്നുണ്ട്. അപ്പൊ ഇത് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. രണ്ട് ടീമിനും ഒരു ടോപ്പ് ഓർഡർ തകർന്നടിയുന്നതാണ് കണ്ടത്. ഇന്ത്യനെ സംബന്ധിച്ച് ജയ്സ്വാൾ ആണെങ്കിലും KL രാഹുൽ ആണെങ്കിലും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന സായി സുദർശൻ ആണെന്ന് പറയുന്ന ഗില്ല് വരുന്നത്. ഇപ്പൊ ടോപ്പ് ഓർഡറിനെ സംബന്ധിച്ച് ഒരു പിടിച്ചു നിൽക്കുക എന്നത് എന്ത് വന്നാലും പിടിച്ചു നിൽക്കുക എന്നൊരു കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടായില്ലെങ്കിൽ അതെ പിടിച്ചു നിൽക്കുക. പ്രത്യേകിച്ച് ആദ്യ സെഷനിലുള്ള നമുക്കറിയാം ആദ്യ സെഷനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് ഇപ്പോ ഓസ്ട്രേലിയയുടെ 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടാകാതെ നോക്കി നിൽക്കുക എന്നത് തന്നെയായിരിക്കും ബാറ്റർമാരുടെ ഒരു ഉത്തരവാദിത്തം. അതാണ് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ബൗളർമാർക്ക് മുന്നിൽ എത്രത്തോളം അതിന് സാധിക്കും. ജയ്സ്വാൾ നമുക്ക് വിശ്വാസമുണ്ട്, രാഹുലിന് വിശ്വാസമുണ്ട്. ഈ താരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പം ഫോമിലാണെന്ന് കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എങ്കിൽ കൂടി ഇംഗ്ലണ്ടിലെ ഈ കാലാവസ്ഥയിൽ ഈ പിച്ചിൽ അവർ എത്രത്തോളം പിടിച്ചു നിൽക്കുന്നതനുസരിച്ച് മാത്രമേ ഇന്ത്യയുടെ 5 മത്സരം ഈ കളി നീടുമോ എന്ന് വരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം അതിൽ ജയ്സ്വാളിൻ്റെ പ്രകടനം തന്നെയാണ് ഞാൻ ഒരു ഇതായി കാണുന്നത്. ജയ്സ്വാളിന് ഒരു വലിയൊരു പ്രതിഭയുള്ള താരം തന്നെയാണ്. ഇപ്പം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലും വിശ്വാസർപ്പിച്ച് എടുത്തൊരു താരമാണ്. അപ്പോൾ ജയ്സ്വാൾ എങ്ങനെ കളിക്കുന്നു? ജയ്സ്വാളിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കണം. കാരണം ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് നടന്ന ഇന്ത്യയെ ഇംഗ്ലണ്ട് ലയൺസ് ഇതിനകത്ത് നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് തീർച്ചയായും തന്നെ. അപ്പോൾ അതിൽ രാഹുൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. രാഹുൽ ഒരു അടിപൊളി തകർപ്പൻ സെഞ്ചുറി നേടി, ഒരു അർദ്ധ സെഞ്ചുറി നേടി. കരുൺ നായർ നല്ല ഫോമിലാണ്. കരുൺ നായരും ഒരു ഡബിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അപ്പം ഇവർക്കൊപ്പം ഈ പറഞ്ഞ 1-2 താരങ്ങൾ മാത്രം ഇന്ത്യ മാത്രം പോരാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം വരുന്നത്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ബൗളർമാരും ഈ പറഞ്ഞ പോലെ ആ പിച്ചിൻ്റെ ആനുകൂല്യം നന്നായിട്ട് മുതലെടുക്കാൻ പറ്റുന്ന ബൗളർമാരാണ്. ഗ്രൗണ്ടിൻ്റെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് ഈ എന്തൊന്നും അറിയില്ല, ഹോം ഗ്രൗണ്ടിൽ ആധിപത്യം അവർക്ക് വേറെ തന്നെയുണ്ട്. അതിനിടയിൽ ഈ യുവതാരങ്ങൾ തന്നെ പറയുന്നു, വീണ്ടും സായി സുദർശനും ജയ്സ്വാളിനെ പോലെ ഈ താരങ്ങൾക്ക് അവരെ എത്രത്തോളം അതിജീവിക്കാൻ പറ്റും, എത്രത്തോളം റൺസ് സ്കോർ ചെയ്യുന്നതിൻ്റെ വേഗതയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ റൺസ് പതിയായാലും ഉയർത്തി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ആ ടോപ്പ് ഓർഡർ എവിടെ കൊണ്ട് കളി എത്തിക്കും. അതിനനുസരിച്ച് ബാക്കി ബൂംറക്കും പറഞ്ഞ സിറാജിനും നമുക്ക് റോൾ ഉള്ളൂ. അപ്പം ഈ ബാറ്റ്സ്മാർക്കാണ് പൂർണ്ണമായും വരുന്നത്. അതെ, ഇപ്പൊ പറയാൻ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇപ്പൊ ആൻഡേഴ്സണും സ്റ്റുവർട്ട് ബോർഡൊക്കെ പോയതിനു ശേഷം ഒരു മികച്ച അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പേസർമാര് ഇല്ല സത്യത്തില്. മാത്രമല്ല അറ്റ്കിൻസൺ ആദ്യ മത്സരത്തിൽ പരിക്കേറ്റ് കളിക്കുന്നില്ല. മാർക്ക്വുഡ് ഈ സീസൺ മൊത്തമായിട്ട് പുറത്താണ്. പിന്നെ അതുപോലെ തന്നെ ഒലി സ്റ്റോണും പരിക്കേറ്റ് പുറത്താണ്. ഇപ്പോൾ അങ്ങനെ പല താരങ്ങളും ഇപ്പോൾ ആർച്ചറുടെ തിരിച്ചുവരവ് ആദ്യ ടെസ്റ്റിൽ എന്തായാലും ഉണ്ടാവില്ല. പിന്നീടുള്ള മത്സരങ്ങളിൽ ആർച്ചർ തിരിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിസ് വോക്സ് തിരിച്ചെത്തിയിട്ടുണ്ട് ടീമിന്. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പേസ് ബൗളിങ്ങിലാണ്. പേസ് ബൗളർമാരുടെ പരുക്കാണ് ഇംഗ്ലണ്ടിനെ അലട്ടുന്ന ഒരു പ്രധാന കാര്യം. പക്ഷേ അത് ഇന്ത്യക്ക് ആശ്വാസമാണ്. പക്ഷെ അത് പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പേസർമാരൊക്കെ ഏത് നിമിഷവും എന്താ പറയുക മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ ഇപ്പൊ ഇംഗ്ലണ്ട് ലയൺസിന് വേണ്ടി കളിച്ച ഒരു 19-കാരനായ ബൗളറെ ഇംഗ്ലണ്ട് ആദ്യ മത്സരത്തിൽ ഈ ക്യാമ്പിലേക്ക് സീനിയർ ടീമിനൊപ്പം അദ്ദേഹം പരിശീലനം നടത്തുന്നുണ്ട്. ഡിജാക്ക് പരിശീലനം നടത്തുന്നുണ്ട്. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ ഇന്ത്യ ടീമിനെതിരെയാണ് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തുന്നത്. കൗണ്ടിയിൽ ഇതുവരെ കളിച്ചിട്ടില്ല. ഹാംഷെയറിന്റെ താരമാണ്, കൗണ്ടിയിൽ ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആദ്യ മത്സരത്തിൽ 2 വിക്കറ്റ് വീഴ്ത്തി. രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ ജുറലിനെതിരെയും അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡിക്കെതിരെയൊക്കെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് KL രാഹുലിന്റെ വിക്കറ്റ് വീഴ്ത്തി. അപ്പൊ ആ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അതായത് ഈ ആൻഡേഴ്സണും ബ്രോഡിനും ശേഷം മികച്ച പേസർമാരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിലൊരു നിർണായകമായിട്ടുള്ള പരമ്പര തന്നെയാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകണം. ഇപ്പം ഇംഗ്ലണ്ടിൽ പറഞ്ഞ ബൗളർമാരിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് രോഹിത്, കോഹ്ലി, അശ്വിൻ ഇവരൊക്കെ പോയ ശേഷം 2 ടീമിനും ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുവാണ്, പുതിയ ഇറയിലേക്ക് വരുവാണ്. അപ്പോൾ അവർക്ക് 2 പേർക്ക് ഇത് നിർണായകമാണ്. അതിൽ മാനസികാധിപത്യം ഞാൻ കാണുന്നത് പിച്ചിന് വരുമ്പോൾ ഇംഗ്ലണ്ടിന് ആ ഒരു ആധിപത്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെ മറികടക്കാൻ ഗില്ലിനും സംഘത്തിന് എത്രത്തോളം കഴിയുമെന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്. തീർച്ചയായും. ഇപ്പോൾ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ വേറൊരു കാര്യം കൂടി പറയണം. ഇപ്പോൾ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആദ്യ തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായ സമയത്ത് അത്തരം സാഹചര്യങ്ങളിൽ ആ ടീമിന് കൂടുതൽ തകർച്ചകൾ ഇല്ലാതെ ഒന്ന് ഭേദപ്പെട്ട ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ സ്മിത്തിന്റെ വെബ്സ്റ്ററുടെ ഒക്കെ കൂട്ടുകെട്ട് ആ രീതിയിൽ വളരെ പ്രധാനമാണ്. അതെ, ആ രീതിയിലേക്ക് ഇപ്പൊ ഇന്ത്യയുടെ 4 നമ്പറിൽ വിരാട് കോഹ്ലി ഒന്നും ഇല്ല. അതാണ് അതിന്റെ ഒരു വലിയൊരു ഇടപാടുണ്ടായി. ഇപ്പൊ സ്മിത്തിനെ കളിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ആര് ചെയ്യും, ഈ റോൾ ആര് എടുക്കുമെന്നാണ് അറിയേണ്ടത്. അതിന് കരുൺ നായർ പ്രാപ്തനാണ്, ഗില്ല് പ്രാപ്തനാണ്. പക്ഷെ അവർക്ക് എത്രത്തോളം
അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. എന്തായാലും ഈ ഒരു ഇന്ത്യൻ ടീമിന് കൃത്യമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ച് കൃത്യമായി ഒരു ആ സാഹചര്യങ്ങളോട് കൃത്യമായി എന്താ പറയുക ഇഴുകിച്ചേർന്ന് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നത് തന്നെയാണ് വലിയ പരീക്ഷണം. ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ മോർക്കൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെറ്റ്സിൽ എത്ര മികച്ച പെർഫോമൻസ് നടത്തുക എന്നുള്ളതല്ല, ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളോട് അതിവേഗം പൊരുത്തപ്പെടണം. അതിനുവേണ്ടി ഇന്ത്യ ഒരു സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. ജൂൺ 13 മുതൽ ആ മത്സരം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ ടീമിന് ഇംഗ്ലണ്ടിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും.